പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അടച്ചിടാം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടെയാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്ക് വേണ്ടി രഹസ്യങ്ങൾ വിശുദ്ധിയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥാ, ആരായി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരൻ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പൂ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനെ, പരിപാവനാം അമർത്യനെ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരൻ യാക്കോബ് ശ്ലീഹ എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കൂടി ആശ്രയിച്ചത് സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹോദരരെ, മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണമോതിരം അണിഞ്ഞു മോടിയുള്ള വസ്ത്രം ധരിച്ച് ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുമെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി
ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനരികെ ഇരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയും അല്ലേ ചെയ്യുന്നത്? എൻ്റെ പ്രിയ സഹോദരരെ, ശ്രവിക്കുവിൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തെരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അപമാനിച്ചിരിക്കുന്നു. നിങ്ങൾ പീഡിപ്പിക്കുന്നത് സമ്പന്നരെയല്ലേ? നിങ്ങളെ പീഡിപ്പിക്കുന്നത് സമ്പന്നരല്ലേ? നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിഴിച്ച് കൊണ്ടുപോകുന്നത് അവരല്ലേ? നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധന്യമായ ആ നാമത്തെ ദൂഷിക്കുന്നത് അവരല്ലേ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നുവെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, പാടിയിടുന്നേ. ഹല്ലേലൂയ, 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 പാടിയിടുന്നേ. നല്ലൊരാശയമെന്മനതാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുമ്പിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തുലിക പോലൻ നാവിപ്പൂ. താനനും അതുപോൽ സുരനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ, പാടിയിടുന്നേ. ഹല്ലേലൂയ, 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 പാടിയിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സുധാർന്ന പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം ശ്രമിച്ചത് നമ്മുടെ ഇടയിൽ വിവേചനങ്ങൾ ഒന്നും പാടില്ല എന്ന് ഉള്ള ഒരു വചനമാണ്. തമ്പുരാന്റെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്നാണ് ശ്ലീഹ നമ്മോട് പറഞ്ഞു വെച്ചത്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും ഈശോ നമ്മോട് പറയുക ഒരു വിരുന്നിൻ്റെ ഉപമയാണ്. വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവര് ഓരോ കഴിവുകൾ പറഞ്ഞപ്പോൾ വിരുന്ന് നടത്തിയ ആള് യജമാനൻ വൃത്തിനോട് പറയുക, വഴികളിലൂടെ ചെന്ന് തെരുവോരങ്ങളിലൂടെ ചെന്ന് വികലാംഗരെയും കുരുടരെയും കാണുന്ന എല്ലാവരെയും വിളിച്ച് കൊണ്ടുവന്ന് എൻ്റെ വിരുന്നശാല നിറയ്ക്കുവാനായിട്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാൻ നമുക്ക് ആയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് നാം യോഗ്യരാവണമെങ്കിൽ അവൻ്റെ വിളിക്ക് കാതോർത്തിരിക്കണം. നമ്മുടേതായ വഴികളിലൂടെ, നമ്മുടേതായ ചിന്താധാരകളിലൂടെ വിവേചന അധികാരം ഉപയോഗിച്ച് നമ്മൾ നമ്മുടേതായ രീതികളിലൂടെ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ പലപ്പോഴും വിരുന്ന് ഒരുക്കി വെച്ചിട്ട് കാത്തിരിക്കുന്ന തമ്പുരാൻ്റെ വിളി കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. അതിനാൽ വിവേചനങ്ങൾ ഒന്നും ഇല്ലാതെ തമ്പുരാൻ പറഞ്ഞതുപോലെ ശത്രുക്കളെ പോലെ സ്നേഹിക്കുവാനും എല്ലാം തമ്പുരാൻ്റെ വഴികളിലൂടെ നടക്കുവാനും ആയിട്ടുള്ള കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. തമ്പുരാൻ്റെ വിളി ശ്രവിക്കുവാനായിട്ട്, തമ്പുരാൻ്റെ നിത്യ വിരുന്നിൽ പങ്കെടുക്കുവാൻ യോഗ്യരാകുവാനായിട്ട് ഉള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അധ്യായം 14
15 മുതലുള്ള തിരുവചനങ്ങൾ. അവനോടുകൂടെ ഭക്ഷണത്തിന് ഇടുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, ഒരിക്കൽ ഒരുവൻ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ചു ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയുവാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണമെന്ന് അപേക്ഷിക്കുന്നു. മൂന്നാമതൊരുവൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരുവാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരം അറിയിച്ചു. ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനനെ, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കർത്താവെ അങ്ങോട്ട് യാചിക്കുന്ന അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വർഗ്ഗത്തിന് അവകാശിയാകുകയും മരണം വഴി ഞങ്ങൾ വരുന്ന സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സകല സഹോദരങ്ങളെ നിത്യാശ്വാസങ്ങളിൽ അനുഗ്രഹിക്കണമെന്ന് മിശിഹായുടെ പീഡാവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടം മോചിക്കാൻ തന്നെ ഉണ്ടാകണമെന്ന് ഉദ്ധാന പ്രതിഷ്ഠകൾ സഹോദരങ്ങളെ മിശിഹായുടെ ഉറപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് മിശിഹായുടെ ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണത്തിലുള്ള സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വരുന്ന ശോഭയോടെ ഞങ്ങളും അവസാന ദിവസത്തിൽ ഉയർത്തി നിൽക്കാൻ വരം തരണമെന്ന് ലോകാരംഭം മുതൽ നീതിമാർ ഹൃദയമായിരിക്കുന്ന സ്വർഗഭാഗ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരാൻ ഇടയാക്കണമെന്ന് നമുക്കെല്ലാം നമ്മ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവനം അങ്ങ് ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ അങ്ങ് നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നിത്യപിതാവേ ഞങ്ങളണയ്ക്കും ദിവ്യബലി നിന്തിരുസുതനാ ഈശോ വഴിയായി കൈക്കൊള്ളണമേ. ദിവ്യബലി ഞങ്ങളെയൊന്നായി നിന്തിരു മുൻപിൽ കാഴ്ചയണയ്ക്കും ദിവ്യനിറത്താൽ മധ്യഗണത്തിൻ മലിനതയെല്ലാം കഴുകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ നീതിമാനായ മാനവന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെ മകുടം ചൂട് രക്തസാക്ഷികളുടെ സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. നമ്മുടെ നമ്മോടുകൂടെ നമ്മുടെ ദൈവം നമ്മോടുകൂടെ ചെറിയവരും വലിയവരും അങ്ങയുടെ സ്തുതികരമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം
എല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും താപവുകളിൽ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീകളായി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാമത്തെ ദിവസം നൽകുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് നിയോഗിക്കുന്നു. പിതാവിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിലേക്കും വിദ്യാഭ്യാസങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിട്ട് ഓർമ്മയായി നമ്മൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹത്തിലും വിശ്വാസമുള്ള ഭരണകർത്താക്കളെയും സത്യത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടവരെ അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സത്യത്തിന്റെ രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായി എന്നിട്ടും ഞങ്ങളെ അങ്ങ് കരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനത്തിന്റെ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരൻ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് വരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാനിയുടെ മഹത്വമേറിയ ദൃഢത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപന്മാരോട് ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ദയാവാനീശൻ പരിശുദ്ധൻ മണ്ണും വെണ്ണും നിറയുന്നു മന്നവനവനുടെ
അവരുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടും എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഏത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നന്ദി പ്രകാശം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവന് പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തായ്ക്കും സഹായമെത്രാനായ മാർ ജോസ് മെത്രാനും വേണ്ടിയും മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരത്മായ പ്രേക്ഷിത സന്യാസിനി സന്യാസികൾ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാസികന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും അനാഥരും വിധവകളുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും ഈ കൊറോണ എന്ന മഹാമാരിയുടെ സമയത്ത് മരണമടഞ്ഞു പോവുകയും ഉചിതമായ പ്രാർത്ഥനാ സഹായം ലഭിക്കാതെ പോവുകയും ചെയ്തു എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഇന്നേ ദിവസം പ്രത്യേകമായി ഞങ്ങൾ ഓർമ്മിക്കുന്ന തങ്കച്ചൻ ചേട്ടനും റോയി ചേട്ടനും അതോടൊപ്പം കത്രീന അമ്മച്ചിക്കും വേണ്ടിയും അയോഗ്യരും പാപികളുമായ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർക്കും
ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഉപകാരികൾക്ക് വേണ്ടിയും മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം പ്രത്യേകമായി അരുൺ അനിത ദമ്പതികൾക്ക് വേണ്ടിയും എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും എല്ലാ അധ്യാപകർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വേണ്ടിയും എല്ലാ യുവാക്കൾക്ക് വേണ്ടിയും വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ യുവാക്കൾക്ക് വേണ്ടിയും എല്ലാ ആശുപത്രികൾക്കും ആശുപത്രികളിലെ ജീവനക്കാർക്കും പ്രത്യേകമായ എല്ലാ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും വേണ്ടിയും കൊറോണ എന്ന മഹാമാരിയാൽ വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടിയും മറ്റ് രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും വേണ്ടിയും കടബാധ്യതയാൽ വേദന അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും അയോഗ്യരും പാപികളുമായ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിവൻ അങ്ങയുടെ ഭക്തരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്ത് ഇവരങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പെട്ടുള്ള വലിയ പ്രത്യാശിക്കും അങ്ങയെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും വന്ന് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യങ്ങളുടെ സഭയിൽ സന്തോഷവും പ്രത്യാശയും അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും അങ്ങയുടെ ശാന്തിയും സമാധാനവും അങ്ങ് പുലർത്തണം. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണം. ഭാരതത്തിൽ ശാന്തിയും സമാധാനവും അങ്ങ് വളർത്തണം. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ അങ്ങ് ചിതറിക്കണം. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവ്യരഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കും. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗ്ഗത്തിൽ നിന്നാരകം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുഴന്നെ കൈകൊള്ളൂ എന്നിൽ നിത്യം ജീവിക്കും നേടുവാൻ സ്വർഗം നിശ്ചയമാണ്. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ സന്ദേശങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാഗങ്ങളോട് സമീപിക്കാം. ആണ്ടോത്ര ശ്രദ്ധാപ്രാന്തികൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലകൊണ്ടും സൗരഭ്യം ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാരത്തിന്റെ നാദനത്തോടെ കൃപയും പാവനും യാചിക്കുകയും ചെയ്യാം. ഇന്നവരും കളറും വഴി നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദർശനം നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ സർവ്വൽപ്പനും ആത്മാക്കളുടെ ശ്രീകാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യമൂലം ഞങ്ങൾക്ക് നൽകിയ മനഃവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ അങ്ങ് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പ്രവർത്തിക്കുവേൻ. പാപങ്ങൾ പൊറുക്കുന്ന ഞങ്ങളുടെ മറ്റുള്ള പാപങ്ങൾ ക്ഷമിച്ച് അങ്ങയുടെ വിശ്വസിക്കുന്നവർക്ക് ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജയിപ്പിക്കുന്ന കർത്താവിശ്വമിശിഹായുടെ കൃപാവൻ അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരൻ വരുവിൻ, ദൈവത്തിന്റെ ശ്രമം സ്വീകരിച്ച് നമുക്ക് ആത്മവിശദീകരണം പ്രാപിക്കാം. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവൻ നൽകട്ടെ.
സഹനം വഴിയായി മരണത്തിന്മേൽ ശാശ്വത വിജയം നേടിയ നാഥ രാജമഹേശ ദൈവകുമാര വിനയമൊടങ്ങേ വന്ദിക്കുന്നു പരമോന്നതനാമുദ്ധാനത്താൽ വിജയകിരീടം ചൂടിയ നാഥ മർത്യകുലത്തിൻ രക്ഷകനീശോ സാധനമങ്ങേ വാഴ്ത്തിയിടുന്നു തിന്മകളെല്ലാം നീക്കി ജഗത്തിൽ നിർമ്മല കിരണം വീശിയ നാഥ അന്തിമ ദിവസം മഹിമയൊടങ്ങേ സന്നിധി അണയാൻ വരമരുളേണം സഹനം വഴിയായി മരണത്തിന്മേൽ ശാശ്വത വിജയം നേടിയ നാഥ രാജമഹേശ ദൈവകുമാര വിനയമൊടങ്ങേ വന്ദിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ ഞങ്ങൾ ഭക്ഷ്യത്തിന്റെ ശരീരവും പാനം ചെയ്തതിന്റെ രക്തവും ഞങ്ങളുടെ ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്ക് പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും അങ്ങയുടെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ജ്ഞാനമാകട്ടെ സകലത്തിന്റെയും നാഥായ നയിക്കും. ഞങ്ങളുടെ കർത്താവേ വിശ്വാസം അധ്യാത്മികങ്ങൾ ഞങ്ങളുടെ കർമ്മബുദ്ധി കാരണമാകട്ടെ ഞങ്ങളുടെ രാജാവായ അങ്ങ് അങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോൾ മനവിശ്വാസം പരിശുദ്ധാത്മാവിന്റെ പ്രഭാവത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുള്ള യോഗ്യനപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ നല്ലതും സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളെ ജീവിതായകവും ദൈവികവുമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി അങ്ങ് ഞങ്ങളോട് കാണിച്ച് വലിയ കൃപയെ പ്രതി അങ്ങയുടെ മകനീയ നാമത്തിൽ എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ അമർത്യതയുടെ ഔഷധമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥന നിത്യമടയ്ക്കും. മാനവയാചനകൾ കൈക്കൊള്ളണമേ കനിവോടെ. ബലികളും അതുപോൽ കാഴ്ചകളും കൃപയോട് തൃക്കൻ പാർത്തിന്നും മൃതരുടെ പാപം നീക്കണമേ. വാനവരാജ്യം നൽകണമേ. ആവേലങ്ങേ സന്നിധിയിൽ ജീവിത ബലിയെന്നർപ്പിച്ചു. നീതിയെഴുന്നോരപ്രാഹം യോബും നോഹും പൂജിതരാ. അന്നു പ്രവാചകനേലിയയും സ്ലീഹന്മാരും അണച്ചതുപോ ഞങ്ങളണച്ചൊരു തിരുബലി നീ കനിവടു തൃക്കൻ പാർക്കണമേ. കർത്താവേ, നിന്ദാസർക്കായി തിരുസൻ അർപ്പിക്കും നീ ബലി. ഞങ്ങൾ വിധവയണച്ചൊരു നേർച്ച സമം കൈക്കൊള്ളണമേ ദിവ്യബലി. വാനവരത്തു നിരന്തരമാ
രാജ്യത്തിൽ താവകഗീതികൾ പാടിടുവാൻ കരിവാർന്നിവരെ ചേർക്കണമേ. നാഥ താവക തിരുബലിയിൽ പങ്കാളികളായി തീർന്നവരാ ഞങ്ങൾ കരുളുക വരദാനം ഇപ്പോൾ എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. മരിച്ചവരെ ഓർപ്പിക്കുന്നതിനെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ അങ്ങയെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷ അങ്ങയുടെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ കർത്താവേ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്ത്യവിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്ത വലം ഭാഗേ കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയുമേറും നൽകുന്നു. ആകാശവും ഭൂമിയും അങ്ങയുടേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവർ അഭയം നീ നൽകണമേ. മൃതനായുസ്സും അവരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാൽ. മാമോദീസ വഴി അങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായ എന്നുടെ നാവാതിൽ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയനാഥ. തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ ദാസൻ ചെയ്യും ബലിയനാഥ. തിരുസന്നിധിയിൽ പൂർവന്മാരാ മഹിതാശ്രയർത്തൻ പരിപാവനമാ ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയനാഥ. തിരുസന്നിധിയിൽ പുരുവത്സലരാ ശ്രീഹരുമൊരു വിനയാൻവിതരാൻ തവ സന്നിധിയിൽ
ചെയ്തൊരു നവമാ ബലിപോൽ നാഥ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. അഗാധത്തിനെ വിളിക്കുന്നു, മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്നങ്ങേ ഞാൻ വിളിക്കുന്നു, പ്രാർത്ഥന ചെവികൊള്ളണമേ. പാപമോചനം അങ്ങേ പകൽ നിന്നാകുന്നുവല്ലോ, പരീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിനെ വിളിക്കുന്നു, മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമീയർപ്പിച്ച കർത്താവേ, ആശ്രിതമഹനീയമായ നീതിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസരെ വിളിക്കുകയും അങ്ങയുടെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ അങ്ങ് കരുണാപൂർവം ജീവിപ്പിക്കണം, ജീവിക്കുന്നവരെ ദയാപൂർവം അങ്ങ് പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണപ്പെട്ടത് ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങ് മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, അങ്ങയുടെ കുരിശിന്റെ സജീവമായ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും സുരക്ഷിതരായ കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും നീതിമാന്മാർ ദുഷ്ടജനങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. അവിടെ അങ്ങയുടെ പരിശുദ്ധന്മാരോടുകൂടി സന്തോഷപൂർവ്വം അങ്ങേ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി അങ്ങയുടെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ആത്മാക്കളുടെ കരകൾ കഴുകി അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാരം വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിൽ ആശവീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവിൽ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിശുദ്ധിയുടെ ഉറവിടവും നിറവുമായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ കൃപകളെയും ദാനങ്ങളെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അധ്വാനിക്കുന്നവരുടെയും ഭാരം വഹിക്കുന്നു ചുമക്കുന്നവരുടെയും അധ്വാനിയായ അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ അങ്ങ് വർഷിക്കണമേ.
മിശിഹായുടെ തിരുമുറിവുകൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി വിശുദ്ധ പാദ്രി പിയോയെ പോലെ ഹൃദയത്തിൽ നന്മ നിറഞ്ഞവരും അവിടുത്തെ ഹിതം നിറവേറ്റുന്നവരുമായി ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഇഹലോക ജീവിതത്തിൽ സുഖസന്തോഷങ്ങൾ മാത്രം തേടുന്നവരാകാതെ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാനും ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും കടമകളും അവിടുത്തേക്ക് പ്രീതികരമായി ചെയ്തു തീർക്കുവാനും ഞങ്ങളുടെ ജീവിതയാത്ര പൂർത്തിയാക്കി ദൈവപ്രസാദത്തിൽ മരിക്കുവാനും സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങേ പാടി പുകഴ്ത്തും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. അവർ കർത്താവിന്റെ മാർഗങ്ങളെ കുറിച്ച് പാടും. എന്നാൽ കർത്താവിന്റെ മഹത്വം വലുതാണ്. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും എന്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും. അവിടുത്തെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ വിശുദ്ധ പാദ്രി പിയോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 5 പതിറ്റാണ്ട് ക്രിസ്തുനാഥന്റെ പഞ്ചക്ഷതങ്ങൾ സ്വന്തം ശരീരത്തിൽ സഹിച്ച വിശുദ്ധ പാദ്രി പിയോയെ ഞങ്ങളുടെ സഹനങ്ങളെ ദൈവമഹത്വത്തിനായി സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വന്തം ജീവിതത്തിലൂടെ രോഗികളെയും പീഡിതരെയും ആശ്വസിപ്പിച്ച വിശുദ്ധ പാദ്രി പിയോയെ ആശുപത്രികളിലും ആതുരാലയങ്ങളിലും സേവനമനുഷ്ഠിക്കുന്നവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവരുടെ സാക്ഷ്യവും സാന്നിധ്യവും വഴി അനേകരെ മിശിഹായിലേക്ക് നയിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിപരീത സാഹചര്യങ്ങളിൽ പോലും സഭയോടും സഭാധികാരികളോടും വിധേയത്വം പുലർത്തിയ വിശുദ്ധ പാദ്രി പിയോയെ എല്ലാ സഭാധികാരികളിലും വൈദികരിലും സന്യസ്തരിലും വിശ്വാസികളിലും ദൈവിക ചൈതന്യം അതിന്റെ പൂർണ്ണതയും നിറയുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവ്യബലിയിലും ക്രിസ്തുവുമായി സ്വയം ലയിച്ച് വിശുദ്ധ പാദ്രി പിയോയെ വിശുദ്ധ കുർബാന വഴി ലോകം മുഴുവനും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാനും അനേകരിൽ വിശുദ്ധ കുർബാന ഒരു അനുഭവമാകുന്നതിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുരഞ്ജനത്തിന്റെ കൂദാശയായ പാപസങ്കീർത്തനത്തിലേക്ക് ആയിരങ്ങളെ ആനയിച്ച പാദ്രി പിയോയെ ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കുന്നതിനും ഈശോയുടെ ഹിതമനുസരിച്ച് അവരുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതിനുമുള്ള അനുഗ്രഹത്തിനായും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിന്റെയും അരൂപിയെ അവർക്ക് ലഭിക്കുന്നതിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയ്ക്കും രാഷ്ട്രത്തിനും നാനാജാതി മതസ്ഥരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും എല്ലാവിധ ആത്മീയ നന്മകളും നൽകി അനുഗ്രഹിക്കുന്നതിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടുള്ള തീവ്രമായ ഭക്തിയും ജപമാലയോടുള്ള ദൈവവിശ്വാസവും തന്റെ ആയുധമാക്കിയ വിശുദ്ധ പാദ്രി പിയോയെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ് ഈശോയുടെ സ്നേഹാഗ്നി ജ്വാലയിൽ നിറയുന്നതിനും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരുന്നതിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുമുറിവുകളെ സ്വശരീരത്തിലേറ്റ സഹനത്തിൻ പുണ്യദാത പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ ദിവ്യബലിവേദിയിങ്കൽ നാഥനെ നേരിൽ കണ്ട ധന്യനാം പാദ്രി പിയോ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ പാപത്തെ ദ്വേഷിക്കുന്ന പാപിയെ സ്നേഹിക്കുന്ന കർത്താവേ
നിൻ പ്രിയദാസനെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ രോഗത്താൽ വലയുമ്പോഴും സഹനത്താൽ ഇടറുമ്പോഴും കഷ്ടനഷ്ടങ്ങളിലും പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നാഥന്റെ തിരുമുറിവുകളെ സ്വശരീരത്തിലേറ്റാൻ സഹനത്തിൻ പുണ്യദാത പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി സർവനന്മസ്വരൂപനായ കർത്താവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അവിടുത്തെ നന്മയും കൃപയും ജീവിതകാലം മുഴുവനും ഞങ്ങളിൽ വസിക്കട്ടെ. അവിടുത്തെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ പാതിരേഖ്യ വഴിയായി അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നാളിതുവരെ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ തിരുമുറുകളെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ വിശുദ്ധ പാതിരേഖ്യയുടെ ജീവിത മാതൃക അനുകരിച്ചു ജീവിത സഹനങ്ങളെ അവിടുത്തെ മഹത്വത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ പാതിരേഖ്യയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴിയായി ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങളാലും ബന്ധനങ്ങളാലും കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം നൽകണമേ. ക്ഷാമങ്ങളാലും രോഗങ്ങളാലും പ്രകൃതിക്ഷോഭങ്ങളാലും വരെയുന്നവരെ ആശ്വസിപ്പിക്കണമേ. പാപത്തിന്റെ അടിമത്തത്തിലും തിന്മയുടെ വീടിലും കഴിയുന്നവർക്ക് മോചനം നൽകണമേ. ദയാനിധിയായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, മിശിഹായുടെ പീഡാനുഭവത്തിൽ പങ്കുചേരുവാൻ വിശുദ്ധ പാതിരേഖ്യയെ പഞ്ചശീലങ്ങളിൽ ലഭിച്ചതിന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തന്റെ ജീവിതക്ലേശങ്ങളിലൂടെ സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തിയ വിശുദ്ധ പാതിരേഖ്യയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ശാരീരികവും മാനസികവുമായി ഞങ്ങൾ തകരുമ്പോൾ വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. പാപസങ്കീർത്തനവേദിയിൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമാധാനവും സന്തോഷവും ലഭ്യമാക്കിയ വിശുദ്ധ പാതിരേഖ്യയെ ഞങ്ങളുടെ ഇടവകയ്ക്കും ഇടവകയുടെ വളർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. മിശിഹായുടെ മധ്യസ്ഥതകളാൽ പ്രത്യേകമാവിധം അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പാതിരേഖ്യയെ അങ്ങേക്ക് പ്രതികൂലമായി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും വിശ്വസിക്കാം. അങ്ങയുടെ മാധ്യസ്ഥ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ പാതിരേഖ്യയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുന്ന നിങ്ങളേവരെയും സർവശക്തനും പിതാവുമായ ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയും അനുഗ്രഹവും കാരുണ്യവും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. വിശുദ്ധ പാതിരേഖ്യയുടെ ജീവിത മാതൃകയും വിശുദ്ധിയും ചൈതന്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിലനിൽക്കട്ടെ. ദിവ്യകാരുണ്യ ഭക്തനായ വിശുദ്ധ പാതിരേഖ്യയെ പോലെ വിശുദ്ധ കുർബാന വഴി ശക്തരാകുവാനും കുംഭസാരം എന്ന കൂദാശ വഴി വിശുദ്ധീകരിക്കപ്പെടുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ പാതിരേഖ്യയുടെയും ശക്തിയുള്ള മധ്യസ്ഥതയാൽ ദുഷ്ടാരൂപികളിൽ നിന്നും രോഗികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന നിങ്ങളേവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ പാതിരേഖ്യയുടെ സംരക്ഷണവും മാധ്യസ്ഥ്യവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ സ്നേഹം ഞങ്ങളെ സംരക്ഷിക്കും. ഞങ്ങളുടെ പ്രയത്നങ്ങൾ
ലോകരക്ഷകനായ ഈശോ മിശിഹായേ, വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, പരിശുദ്ധ തിരുക്കുടുംബമേ, വിശുദ്ധ പാദ്രെ പിയോയെ, വിശുദ്ധ അൽഫോൻസസ് ലിബോരിയെ, ഈശോ മിശിഹായിക്ക്